ഞാൻ കേരളത്തിലെ MLA-മാർക്ക് മാർക്കിടാൻ പറഞ്ഞാൽ ഞാൻ ഏറ്റവും വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ മാർക്കിടുന്ന ഒരാളാണ് അഷ്റഫ്. കാരണം അത്രയും ജനകീയനായിട്ടുള്ളൊരു MLA. ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുക അഷ്റഫിനാണ്, രണ്ടാം സ്ഥാനം ഞാൻ കൊടുക്കുക അഴീക്കോടുള്ള CPM-ൻ്റെ സുമേഷിനാണ്. അത് വേറെ ടൈപ്പാണ് അവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അത് അവിടെ പോയാൽ നമുക്ക് മനസ്സിലാവും. അത്രയും പോപ്പുലറായിട്ടുള്ള MLA-മാരാണ്. അപ്പോൾ അഷ്റഫ് എന്ന് പറയുന്നത് രണ്ടാം വട്ടമാണ് MLA ആവുന്നത്, വളരെ പോപ്പുലറാണ്. കാസർഗോഡിന് പ്രാതിനിധ്യം ഉണ്ടാകുക എന്ന് മാത്രമല്ല, അത് കെ സുരേന്ദ്രന് ഗംഭീരമായ ഭൂരിപക്ഷത്തിന് തോൽപ്പിച്ചു വന്നയാളാണ്. കെ സുരേന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടു, അഷ്റഫിന് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതായിരുന്നു, എനിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ ഒരു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയെ കൂടി റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ്. അങ്ങനെയുണ്ടല്ലോ, കന്നഡ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അതുണ്ടായില്ല. ലീഗ് വേറെ എന്തെങ്കിലും ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ല. ഇനി ലീഗും കോൺഗ്രസും നമ്മൾ ചില ധാരണകൾ അതിനകത്തുണ്ടോ? അല്ലെ, VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും, ഞാൻ അങ്ങനെ ചില കാര്യങ്ങൾ സംശയിക്കുന്നുണ്ട്. എറണാകുളത്ത് നിന്നൊരു മുസ്ലിം മന്ത്രിയെ വെക്കുന്നതോടുകൂടി വേറെ ചില ക്ലെയിമുകൾക്ക് ചെക്ക് വെക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായിട്ട് അങ്ങനെയും അതിനെ കാണാം. അത്തരം ചില ഒന്നുമില്ല, മാലോകർക്കറിയാത്ത പല ഘടകങ്ങളുണ്ടാവും. എനിവേ, സാമാന്യം ഭേദപ്പെട്ട ഒരു കോമ്പോസിഷനാണ്. അത് വലിയ കുഴപ്പങ്ങളില്ലാതെ, പരിക്കുകളില്ലാതെ അത് ഫൈനലൈസ് ചെയ്യാനും സത്യപ്രതിജ്ഞ പൂർത്തിയാക്കാനും സാധിച്ചു. പക്ഷേ ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത, സാധാരണ ഗവർണറുടെ ചായ സൽക്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ അറിയിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അത് ഇതുവരെ വന്നിട്ടില്ല. അതും കൂടെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു എന്താണ് ചിത്രം പൂർത്തിയാക്കുകയുള്ളൂ. പിക്ചർ അഭി ബാക്കി ഹേ.